നമ്മൾ മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്കാണ് പോകുന്നത്. ആലപ്പുഴയിൽ ഇത്തവണയും വലിയ വിജയപ്രതീക്ഷയുണ്ട് എന്നാണ് AM ആരിഫ് പറയുന്നത്. പാർലമെന്റിൽ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ താൻ നടത്തിയ പോരാട്ടങ്ങൾ തനിക്കുള്ള അംഗീകാരമാകുമെന്നും വോട്ടാകുമെന്നുള്ള കോൺഫിഡൻസ് അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. KC വേണുഗോപാലിനി ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നാലും തൻ്റെ പാർട്ടി, തൻ്റെ മുന്നണിയായിരിക്കും വിജയിക്കുക എന്നാണ് AM ആരിഫ് ഉറപ്പിച്ച് പറയുന്നത്. ഇത് തൻ്റെ അവസാനത്തെ മത്സരമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ആരിഫ് ജനങ്ങളെ കാണുന്നത്. കനൽ ഒരു തരി എന്നായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ കേരളത്തിൽ ആലപ്പുഴയുടെ ഫലം പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്നത്. 19 നിലം പതിക്കുമ്പോൾ അഭിമാനം ഉയർത്തിപ്പിടിച്ചത് ആലപ്പുഴ കൊണ്ടായിരുന്നു ഇടതുമുന്നണി. AM ആരിഫ് അതേ ആരിഫിനെ തന്നെയാണ് ഇപ്പോൾ കളത്തിലിറക്കി വിജയം ആവർത്തിക്കാൻ ഇടതുമുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി AM ആരിഫ് എന്നോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണോ, ആ പ്രതീക്ഷയിലാണോ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? അല്ല, ആ പ്രതീക്ഷ മാത്രമല്ല, രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും വലിയ അപകടത്തിലാണ്. ഭരണഘടന പോലും സംരക്ഷിക്കപ്പെടാൻ വലിയ ശ്രമം വേണ്ടിവരുന്നൊരു സന്ദർഭമാണ്. അപ്പോൾ രാജ്യം ഒരു മതേതര രാഷ്ട്രമെന്ന നിലവിട്ട് മതരാഷ്ട്രമാകാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഭീകരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തിൽ മതേതര ജനാധിപത്യ ശക്തികളെ ഏകോപിപ്പിക്കുന്നതിന് ഇടതുപക്ഷങ്ങൾ അംഗങ്ങളുടെ അംഗബലം പാർലമെൻറ്റിൽ കൂടുന്നത് സഹായകമായി മാറിത്തീരും എന്നാണ് 2004 എക്സ്പീരിയൻസ്, അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ദൗത്യം നിറവേറ്റുന്ന കാര്യത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെൻറ്റിനകത്തെ നമ്മൾ നടത്തിയിട്ടുള്ള പെർഫോമൻസ് വിലയിരുത്തപ്പെടണം. അതുകൂടി ചേർത്ത് വേണം വായിക്കാൻ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എല്ലാ സ്ഥാപനങ്ങളെയും, എല്ലാ ടൂറിസം ഡെസ്റ്റിനേഷനും ഉണ്ടാക്കുക, അപ്പോൾ എല്ലാ MP ഫണ്ട് വിനിയോഗത്തിൽ എല്ലാ ബ്ലോക്കുകളിലേക്കും ഒരു ആംബുലൻസ് വാഹനം ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു മാതൃകാപരമായ ഇടപെടൽ. പിന്നെ ജനങ്ങൾ വിളിച്ചാൽ അപ്പോൾ എടുക്കുക, ഫോൺ എടുക്കുക, തിരിച്ച് വിളിക്കുക, അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുക. ഇങ്ങനെയുള്ളൊരു എന്താ പറയുക, നമ്മളൊരു സാധാരണക്കാരനെ പോലെ അങ്ങ് പൊക്കോണം. 10-20 AM ആരിഫിനെ പലപ്പോഴും CPM പരീക്ഷിക്കുന്നത് വമ്പർക്കെതിരെയാണ്. KR ഗൗരിയമ്മയെ അട്ടിമറിച്ചാണ് നിയമസഭയിൽ തുടക്കം കുറിക്കുന്നത്. ഹാട്രിക് വിജയത്തിന് ശേഷം ആലപ്പുഴയിൽ വരുന്നു. ആലപ്പുഴ പിടിച്ചെടുത്തുകൊണ്ട് അഭിമാനം കാൽക്കുന്നു. ഇത്തവണത്തെ ഒരു ആത്മവിശ്വാസം ഇതൊക്കെ തന്നെയാണ്. അല്ല, CPM-ൻ്റെ ശക്തിയും ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ശക്തി കൊണ്ട് തന്നെയാണ് ആലപ്പുഴ ജയിക്കുന്നത്. ആരിഫിൻ്റെ ശക്തി കൊണ്ടൊന്നുമല്ല. പക്ഷേ നമ്മളത് ആ ലക്ഷ്യം നിറവേറ്റാൻ നമ്മളൊരു പ്രധാന ഘടകമായി പ്രവർത്തിക്കുന്നതേ ഉള്ളൂ. KC വേണുഗോപാലിനെ പോലെ ഒരു ശക്തനായ എതിരാളിയാണ് വരുന്നതെങ്കിലോ? അല്ല, KC വേണുഗോപാലായിട്ട് മത്സരിക്കാനാണ് കഴിഞ്ഞവണ തന്നെ തീരുമാനിച്ചു. ശക്തനായ എതിരാളിയായിട്ട് മത്സരിക്കാനാണ് കഴിഞ്ഞവണ തീരുമാനിച്ചത്. അദ്ദേഹത്തിന് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം മാറിയത്. ഇപ്പോൾ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് കൂടി. അതായത് ഇപ്പോൾ അദ്ദേഹം ഓർഗനൈസേഷൻ സെക്രട്ടറിയായി, ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിൻ്റെ കൺവീനറാണ്. അപ്പോൾ ചുമതല കൂടുന്തോറും അദ്ദേഹം ഇത്രയും ചുമതല ഇല്ലാത്തപ്പോഴാണ് കൂടുതൽ ചുമതല അദ്ദേഹം മത്സരിക്കാതിരുന്നത്. ചുമതല കൂടിയപ്പോൾ പിന്നെ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മത്സരിക്കാൻ എത്തിയാലും ഒരു പേടിയും നമുക്കില്ല. ഒരു ഭയം അക്കാര്യത്തിലൊന്നുമില്ല. 100% വിജയിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം വയ്ക്കുന്നത് ഒരു അണുവിട പോലും സംശയക്കുറവില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് അങ്കത്തട്ടിലേക്ക് രണ്ടാമതും പാർലമെന്റിലേക്ക് മത്സരിക്കാൻ AM ആരിഫ് കച്ചമുറുക്കുന്നത്. ഫൈസൽ നീർക്കുന്നതിനൊപ്പം യു ഷൈജു, മീഡിയ 1 ആലപ്പുഴ.